സ്റ്റുഡൻസ്, വെൽക്കം ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനാണ് നോക്കുന്നത്. നമ്മൾ മാർച്ച് മന്തിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ കുറച്ച് ഫെബ്രുവരിയുടെ കുറച്ച് റിമൈനിങ് ന്യൂസസും ഡെയിലി കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നുണ്ട്. നമുക്കപ്പോൾ അതും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മൾ കറണ്ട്ലി എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ തലേ ദിവസത്തെ റിവിഷൻ നടത്തും. അതിനൊപ്പം തന്നെ അന്നത്തെ മെയിൻ കണ്ടൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം അല്ലേ. സോ വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ധർമ്മ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സസൈസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിലിറ്ററി ട്രെയിനിങ് എക്സസൈസ് ആയിരുന്നു. ഓക്കെ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും, നമ്മൾ ഓർമ്മയുണ്ടോ, ഇന്ത്യയും ജപ്പാനും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസാണ് ഈ ധർമ്മ ഗാർഡിയൻ. ഓക്കെ, അങ്ങനത്തെ ധർമ്മ ഗാർഡിയൻ എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 5ാമത്തെ എഡിഷൻ ആയിരുന്നു ധർമ്മ ഗാർഡിയൻ്റെ. ധർമ്മ ഗാർഡിയൻ 5ാമത്തെ എഡിഷൻ ഇന്ത്യ ജപ്പാൻ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആയിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? നമ്മുടെ രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു ഈ പറയുന്ന 5th എഡിഷൻ ധർമ്മ ഗാർഡിയൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ? രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതിനകത്ത് എന്താ പറയുന്നത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയുഷിൻ്റെ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലെ രണ്ട് സ്ഥലത്ത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്ന് നിസർഗ് ഗ്രാമം, ഒന്ന് ക്രൈൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സെൻറ്റർ ഫോർ റിസർച്ച് ഓഫ് യോഗ ആൻഡ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതി എന്നായിരുന്നു ക്രൈൻ്റെ ഫുൾ ഫോം. അങ്ങനെ ക്രൈനും പിന്നെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി NIN നിസർഗ് ഗ്രാമം രണ്ടും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ 2 സ്ഥലത്ത് വെച്ചിട്ടൊക്കെ ആയിരുന്നു. എവിടെയൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ആയുഷിൻ്റെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ഝജ്ജർ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, ഹരിയാനയിലെ ഝജ്ജറിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ക്രൈൻ ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത് ഹരിയാനയിലെ ഝജ്ജറിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നിസർഗ് ഗ്രാമിൻ എവിടെ വെച്ചിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്? മഹാരാഷ്ട്രയുടെ പൂനെയിൽ വെച്ചിട്ടാണ് നിസർഗ് ഗ്രാം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നേക്കുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഓക്കെ, നിസർഗ്. ഇനി ആയുഷ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. ആയുഷ് മിനിസ്ട്രിയുടെ യൂണിയൻ മിനിസ്റ്റർ ആരാന്നൊക്കെ അറിയാമല്ലോ. പറഞ്ഞ് നിങ്ങൾക്കിപ്പം അത് സെറ്റായി എന്നാണ് എൻ്റെ വിശ്വാസം. സർബാനന്ദ സോനോവാലാണ് ആയുഷ് മിനിസ്ട്രിയുടെ യൂണിയൻ മിനിസ്റ്റർ. അങ്ങനെ ആ മിനിസ്ട്രിയുടെ അണ്ടറിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയിലെ 2 സ്ഥലത്ത്, ഒന്ന് ഹരിയാനയിലെ ഝജ്ജറിൽ എന്ത് ചെയ്തു? ഒരു നാച്ചുറോപ്പതിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് നിസർഗ് ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൺട്രി, ഏത് ഒരു രാജ്യത്തിൻ്റെ പേരാണ് പറയുന്നത്? അതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ടൈഗർ ഹാബിറ്റാറ്റ് കൺസർവേഷൻ പ്രോഗ്രാം എന്തായിരുന്നു? ITHCP അല്ലെ, ഇൻറ്റഗ്രേറ്റഡ് ടൈഗർ കൺസർവേഷൻ പ്രോഗ്രാം, ടൈഗർ ഹാബിറ്റാറ്റ് കൺസർവേഷൻ പ്രോഗ്രാം. ഈ ഫുൾ ഫോം മസ്റ്റാണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ പറയുന്ന പ്രോഗ്രാം ഇന്ത്യയും മറ്റൊരു രാജ്യം കൂടെ ചേർന്നിട്ടുള്ള ഒരു കൊളാബറേഷൻ ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സുന്ദർബൻ റീജിയനിലുള്ള, സുന്ദർബൻ എന്ന് പറയുന്നൊരു ടൈഗർ കൺസർവേഷൻ ഏരിയ ആണ്. ഓക്കെ, ആ ടൈഗർ കൺസർവേഷൻ ഏരിയയുടെ കൺസർവേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഒന്ന് നോക്കി നടത്തുന്നതിനും അതിന് മ്യൂച്വലായിട്ട് അതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൈപ്പ് നടന്നിട്ടുള്ളത്. ഇന്ത്യയും ഏത് രാജ്യവും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ടൈഗർ ഹാബിറ്റാറ്റ് കൺസർവേഷൻ പ്രോഗ്രാം നടത്തുന്നത്? ഓർമ്മയുണ്ടോ? ഇന്ത്യയും എവിടെ? സുന്ദർബൻസിലാണ്. അപ്പോൾ എവിടെ ആയിരിക്കും? ബാംഗ്ലാദേശ്. ഇന്ത്യയും ബാംഗ്ലാദേശും കൂടെ ചേർന്നിട്ടാണ് ഈ ITHCP പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ് ബൗണ്ടറി ടൈഗർ കൺസർവേഷൻ ഇൻ സുന്ദർബൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതെ, ഒരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസിയുടെ കാര്യമായിരുന്നു. എന്തായിരുന്നു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി? അതായത് ഇന്ത്യയിലുള്ള ഓരോ ഡൊമസ്റ്റിക് കമ്പനീസിനൊക്കെ ഇൻ്റർനാഷണൽ എക്സ്പോർട്ടുകളൊക്കെ കാണും. അങ്ങനെ ട്രേഡിംഗ് എക്സ്പോർട്ടിനകത്തൊക്കെ വരുന്ന ലോൺ അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഏജൻസീസാണ് ഈ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി എന്ന് പറയുന്നത്. അങ്ങനെ ഇറ്റലിക്ക് ഒരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി ഉണ്ട്. അതിൻ്റെ പേരാണ് SACE. SACE എന്തായിരുന്നു? അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ഓക്കെ, ഇറ്റലിയുടെ SACEഉം ഇന്ത്യയിലെ
PFC പവർ ഫിനാൻസ് കോർപ്പറേഷനോട് ചേർന്നിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് നമ്മുടെ ന്യൂസിനകത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഈ സെയ്സ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഇപ്പം തന്നെ ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏതാണ്? ഇറ്റലിയുടെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസിയാണ് സെയ്സ്. ഓക്കെ, ഇറ്റലിയുടെ സെയ്സും ഇന്ത്യയുടെ PFCയോടും ചേർന്നിട്ടാണ് ഇങ്ങനെ ഇന്നോവേറ്റീവ് ECA ബാക്ക്ഡ് ഫിനാൻഷ്യൽ ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? റീസെൻ്റ് ആയിട്ട് ഒരു കൺട്രിയിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പറയുന്ന ഈ ആൻസറിൻ്റെ 14ാമത്തെ പ്രൈം മിനിസ്റ്ററാണ് ഈ ഫെലറ്റി പെനിറ്റാലോ ടിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് കൺട്രിയാന്ന് ഓർമ്മയുണ്ടോ? വെറൈറ്റി പേരാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ പേരും വെറൈറ്റി ആയിരുന്നു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ടുവാലു. ഓക്കെ, ടുവാലുവിൻ്റെ ക്യാപിറ്റലൊക്കെ ഓർമ്മയുണ്ടോ? ഫുനാഫിറ്റി അറ്റോൾ എന്നാണ് ഈ പറയുന്ന ടുവാലുവിൻ്റെ ക്യാപിറ്റൽ വന്നിട്ട്. ഓക്കെ, ഇനി നേരത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? കെസിയോ നറ്റാനോ. കെസിയോ നറ്റാനോനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഫെലറ്റി പെനിറ്റാലോ ടിയോ ടുവാലുവിൻ്റെ 14ാമത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റഡ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ BBC ഉണ്ടല്ലോ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, അതിൻ്റെ ചെയർമാനായിട്ട് ഒരു ഇന്ത്യക്കാരനാണ് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ആരാന്നറിയാവോ? അജയ് പാൽ സിംഗ് ആണോ, നികേഷ് അറോറയാണോ, സമീർ ഷാ ആണോ, നീൽ മോഹൻ ആണോ, ഷെറീൻ ബാൻ ആണോ? ഓക്കെ, ആരായിരുന്നു? സമീർ ഷാ ആണ് ഇപ്പം നമ്മുടെ ഈ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ പുതുതായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, സമീർ ഷാ. അടുത്തത് ഒരു സ്റ്റേറ്റിൻ്റെ കാര്യമായിരുന്നു. ഒരു സ്റ്റേറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് ഫണ്ട് ട്രസ്റ്റ്, അതുപോലെ തന്നെ സിഡ്ബിയും കൂടെ ചേർന്നിട്ട് ആ ഒരു സ്റ്റേറ്റിനെ ഒരു എന്താ പറയുക സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഒരു ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ ഏത് ബാങ്ക് ആയിരിക്കും അതിനകത്ത് പങ്കെടുക്കുന്നത്? സിഡ്ബി ആയിരിക്കും, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് ഫണ്ട് ട്രസ്റ്റ് ആയിരുന്നു. ഏത് സ്റ്റേറ്റിനായിരുന്നു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു പ്ലാൻ ചെയ്തത്? ബീഹാറിനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനാണ്? ബീഹാർ സ്റ്റാർട്ടപ്പ് ഫണ്ട് ട്രസ്റ്റ്. ബീഹാർ സ്റ്റാർട്ടപ്പ് ഫണ്ട് ട്രസ്റ്റും അതേപോലെ തന്നെ സിഡ്ബിയും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ഒരു പ്രോഗ്രാം വന്നേക്കുന്നത്. എന്ത് പ്രോഗ്രാമാണ്? ബീഹാർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഹബ്ബായിട്ട് അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഹബ്ബായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനൊരു കൊളാബറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ബീഹാറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ന്യൂസ് തന്നെ നോക്കാം. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓരോ സ്റ്റേറ്റിലെല്ലാം പോകാറുണ്ട് അല്ലേ? മഹാരാഷ്ട്രയിൽ പോകും, ഗോവയിൽ പോകും, അങ്ങനെ അതായത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇപ്പോൾ ഛത്തീസ്ഗഡിലാണ് പോയേക്കുന്നത്. ഛത്തീസ്ഗഡിൽ വികസിത് ഭാരത് വികസിത് ഛത്തീസ്ഗഡ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഛത്തീസ്ഗഡിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഏത് പ്രോഗ്രാമാണ്? വികസിത് ഭാരത് വികസിത് ഛത്തീസ്ഗഡ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പോയത്. അതേപോലെ തന്നെ നരേന്ദ്രമോദി അവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ വിർച്വലി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ തന്നെ ഇപ്പം ഒരുപാട് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പവർ റിലേറ്റഡ് ഉണ്ടായിരുന്നു, കോൾ സെക്ടർ, റെയിൽ റോഡ്, സോളാർ എനർജി എന്നിങ്ങനെയുള്ള സെക്ടേഴ്സിലുള്ള പ്രോഗ്രാംസ് ആണ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എനർജി ബേസ്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാറ സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം NTPC നാഷണൽ തെർമൽ കോർപ്പറേഷൻ്റെ ഒരു പ്രോഗ്രാമാണ് ലാറ സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞത്. ഇതിന് ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലെ 3 ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രോജക്റ്റ് അവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സോളാർ ആൻഡ് റോഡ് ആൻഡ് റെയിൽവേ പ്രോജക്റ്റ്, പിന്നെ ഇന്ത്യസ് ലാർജസ്റ്റ് ബെസ്റ്റ് വിത്ത് സോളാർ PV പ്ലാന്റ് ഇൻ ഛത്തീസ്ഗഡ്. ഓക്കെ, ഇന്ത്യയിലെ ലാർജസ്റ്റ് ബെസ്റ്റ് പ്ലാന്റ്. ഓക്കെ, സോളാർ PV പ്ലാന്റ് ആണ്, അത് ഛത്തീസ്ഗഡിലാണ് കൊണ്ടുവന്നേക്കുന്നത്. എന്നിങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ് അല്ലെങ്കിൽ പ്രൊജക്റ്റുകളാണ് നരേന്ദ്രമോദി വികസിത് ഭാരത് വികസിത് ഛത്തീസ്ഗഡ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ചേർന്നിട്ട് ടോട്ടൽ ഔട്ട്ലേ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. 34,400 crore rupees ആണ് ഈ പറയുന്ന പ്രോഗ്രാമിൻ്റെ ടോട്ടൽ ഔട്ട്ലേ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ ചെറിയ ചെറിയ ടോപ്പിക്ക് ഈ പറയുന്ന പോയിന്റിനകത്തൊന്നും ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
ഇനി നമ്മൾ പറഞ്ഞല്ലോ NTPCയുടെ ലാര സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനെപ്പറ്റി നോക്കാം. NTPC അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അവരുടെ പുതുതായിട്ട് ഛത്തീസ്ഗഡിൽ ഒരു പവർ പ്രോജക്റ്റ് പ്ലാന്റ് കൊണ്ടുവരുന്നുണ്ട്. സോളാർ സൂപ്പർ തെർമൽ പവർ പ്ലാന്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 15,800 crore റുപ്പീസാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്ലേ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പം 15,530 crore റുപ്പീസാണ് ഇതിൻ്റെ ഔട്ട്ലേ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഛത്തീസ്ഗഡിലെ റായ്ഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഈ പറയുന്ന NTPCയുടെ ലാര സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റ് വരാൻ പോകുന്നത്. എവിടെയാണ്? ഛത്തീസ്ഗഡിലെ റായ്ഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അത്രയും മതി. പിന്നെ ഇതിൻ്റെ ഏകദേശം കപ്പാസിറ്റി ഒക്കെ പറയുന്നുണ്ട്. 2 പ്ലാന്റ് ആണ്, 2 × 800 മെഗാവാട്ട് ആണ് അതിൻ്റെ ഓൾമോസ്റ്റ് കപ്പാസിറ്റി ഒക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു MSME ഡിഫൻസ് എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഈ പറയുന്ന ഒരു MSME ഡിഫൻസ് എക്സ്പോ നടന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ, ഇതാണ് അതിൻ്റെ ഒരു പോസ്റ്റർ പോലെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ഛത്രപതി ശിവജി മഹാരാജ്, ഫാദർ ഓഫ് ഇന്ത്യൻ നേവി. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫാദർ ഓഫ് ഇന്ത്യൻ നേവി ആരാണ്? ഛത്രപതി ശിവജിയാണ്. ഓക്കെ, ഇനി മഹാരാഷ്ട്രയിലാണ് ഈ പറയുന്ന MSME ഡിഫൻസ് എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഇനി ഇതിനൊരു തീമുണ്ട്. ഒരു ക്യാമ്പയിൻ പോലാണല്ലോ, ഒരു പ്രോഗ്രാമാണ് നടന്നത്. അപ്പോൾ മെയിൻ ഒരു മോട്ടോ കാണും, ഒരു തീം കാണും. എന്താണ്? ഇൻസ്പയർ, ലേൺ, എൻഗേജ്. ഇതാണ് ഈ പറയുന്ന ക്യാമ്പയിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലെ CM ആയിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വന്നു, നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ത് സ്റ്റാറ്റിക് ന്യൂസ് ആയിരിക്കും? മഹാരാഷ്ട്രയുടെ CM ആരാൻ ചോദിക്കും. അല്ലാണ്ട് വെറുതെ നമുക്ക് സ്റ്റാറ്റിക് GK ചോദിക്കത്തില്ല. ബാങ്ക് എക്സാമിനൊക്കെ ആണെങ്കിൽ കറണ്ട് അഫയേഴ്സിനകത്ത് വന്നിട്ടുള്ള അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് GK ചോദിക്കാനാണ് ചാൻസ് ഉള്ളത്. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഒരു ന്യൂസ് വന്നു, ഇനി മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് GK പ്രതീക്ഷിക്കാം. ഓക്കെ, എന്താണ്? മഹാരാഷ്ട്രയുടെ CM ആരാ? ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. അദ്ദേഹമാണ് ഈ പറയുന്ന MSME ഡിഫൻസ് 2024 എക്സ്പോ എന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാം പൂനെയിൽ വെച്ചിട്ട് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസ് ആണ്. അതായത് മഹാരാഷ്ട്രയിലുള്ള ഇൻഡസ്ട്രീസും MSMEസും ഓക്കെ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി DRDOയുടെ ഒരു ന്യൂസാണ്. DRDO ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 23 ലൈസൻസ് എഗ്രിമെൻറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ്, ലേസർ ടെക്നോളജി എന്നിങ്ങനെയുള്ള മേഖലയിലൊക്കെ അങ്ങനെയുള്ള ഡൊമൈനുകളിലൊക്കെ ഉള്ള ലൈസൻസ് എഗ്രിമെൻറ്റ്സ് ആണ് 23 ലൈസൻസ് എഗ്രിമെൻറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. സമർ, സിസ്റ്റം ഫോർ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് അസസ്മെൻറ്റ് ആൻഡ് റേറ്റിംഗ്. ഓക്കെ, ഇതൊരു സർട്ടിഫിക്കേഷനാണ്. ഓക്കെ, ഈ പറയുന്ന ഇൻഡസ്ട്രീസിനൊക്കെ ഈ സമർ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷനും DRDO ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. സമറിൻ്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, സിസ്റ്റം ഫോർ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് അസസ്മെൻറ്റ് ആൻഡ് റേറ്റിംഗ് എന്നാണ് ഈ സർട്ടിഫിക്കേഷൻ്റെ പ്രോഗ്രാം. അപ്പോൾ സമർ ഹാൻഡ് ഓവർ ചെയ്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണ്? DRDO ആണ്. ഓക്കെ, അതേപോലെ തന്നെ ലാറ്റോട്ട് ലൈസൻസിങ് എഗ്രിമെൻറ്റ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. എത്ര ലാറ്റോട്ടാണ് DRDO ഹാൻഡ് ഓവർ ചെയ്തത്? 23 ഇതൊക്കെ എന്തിൻ്റെ എന്തൊക്കെ ഫീൽഡിൽ വരുന്നതാണ്? MSME ഫീൽഡിൽ വരുന്നതാണ്. ഓക്കെ, ഇനി പ്രൈം മിനിസ്റ്റർ ജമ്മു ആൻഡ് കാശ്മീരിൽ വിസിറ്റ് ചെയ്തതിൻ്റെ ഓവർവ്യൂ നോക്കാം. അവിടെ അദ്ദേഹം ഒരുപാട് എല്ലാ സ്റ്റേറ്റിലും പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾക്കൊക്കെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ്, എഡ്യൂക്കേഷൻ, റോഡ്, ഏവിയേഷൻ, പെട്രോളിയം ആൻഡ് സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ബേസിലുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അത് ഫൗണ്ടേഷൻ എല്ലാം കഴിഞ്ഞതാണ്. ഫൗണ്ടേഷൻ സ്റ്റോണൊക്കെ നേരത്തെ ലേ ചെയ്തതാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ റീസണായിട്ട് ആ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നു. അത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിലെ വിജയ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എയിംസ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ ടെർമിനൽ ബിൽഡിംഗ്, ജമ്മു എയർപോർട്ടിൻ്റെ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് റോഡ് ആൻഡ് റെയിൽ പ്രോജക്റ്റുകളും ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ടു ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മെയിൻ ഓവർവ്യൂസ്. ഓക്കെ,
ഇനി ഞാൻ പറഞ്ഞല്ലോ ജമ്മുവിൽ പുതുതായിട്ടൊരു എയിംസ് വന്നു എന്നുള്ളത്. ഓക്കെ, 2019 ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത്. ഇപ്പോൾ 2024 ആയപ്പോഴാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഇനി ജമ്മുവിലെ വിജയ്പൂർ അഥവാ സമ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന എയിംസ് ഉള്ളത്. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ 1660 കോടി രൂപയാണ്. ഓക്കെ, ഇനി ഇത് ഏത് സ്കീമിന് അണ്ടറിലാണ് ഈ പറയുന്ന എയിംസ് വന്നത് എന്ന് ചോദിക്കും. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ഥലത്തും ഈ റീജിയണൽ നെഗറ്റീവ് കാരണം, റീജിയണൽ ഡ്രോബാക്ക് കാരണം ഓരോ സ്ഥലത്തും മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടാതാവരുത്. അതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സ്കീമിൻ്റെ അണ്ടറിലായിട്ട് ഓരോരോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്പിറ്റൽസും ഒക്കെ ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ വന്നത്. അപ്പോൾ ഏത് സ്കീമിൻ്റെ അണ്ടറിലാണ്? പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജനയുടെ അണ്ടറിലാണ് 2019 എയിംസ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത്. 2024 ആയപ്പോഴാണ് അതിൻ്റെ ഇനോഗ്രേഷൻ. ടോട്ടൽ ഔട്ട്ലേ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1660 രൂപീസാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ സമ്പ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ പറയുന്ന എയിംസ് വന്നിട്ടുള്ളത്. ഇനി ഈ എയിംസിൻ്റെ മെയിൻ മോട്ടോ അല്ലെങ്കിൽ മെയിൻ തീം നോക്കാം. ഹീലിംഗ് മീറ്റ്സ് ഹോപ്പ്. ഹീലിംഗ് മീറ്റ്സ് ഹോപ്പ് ആണ് ഈ എയിംസിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീരിൽ എയിംസ് വന്നു. അതേപോലെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീസിനൊക്കെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 13,375 crore റുപ്പീസിൻ്റെ പ്രൊജക്റ്റാണ് ഫൗണ്ടേഷൻ തുടങ്ങി വെച്ചേക്കുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇത് ജസ്റ്റ് ആ പോയിന്റിനകത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇതൊന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, എയിംസ് പക്ഷേ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. അടുത്ത് നോക്കാം. ഓക്കെ, ഏതൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് വന്നതെന്ന് നോക്കാം. ഒന്ന്, ഛത്തീസ്ഗഡിലെ ഭിലായിൽ IIT വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഭിലായ് IIT വന്നിട്ടുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിൽ IIT തിരുപ്പതി. ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരു പെർമനൻറ്റ് ക്യാമ്പസ് തന്നെയാണ് അവർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് ക്യാമ്പസ് ആണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഭിലായിൽ IIT, പിന്നെ IIT തിരുപ്പതി ആന്ധ്രാപ്രദേശിലെ, പിന്നെ തിരുപ്പതി ഐസർ ഉണ്ട്, അതും ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് ആന്ധ്രാപ്രദേശിലെ കുർണൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ത്രിപുരയിലെ സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ദേവപ്രയാഗ് ഉത്തരാഖണ്ഡ് ആൻഡ് അഗർത്തല ത്രിപുര, ഇവിടെ രണ്ടിടത്തും സെൻട്രൽ ഡിസ്ട്രിക്ട് യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബീഹാറിൽ IIM ബോധ്ഗയം, പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ വിശാഖപട്ടണത്തിലും എല്ലാം ഓരോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്സും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ വന്ന കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, അടുത്തത് റെയിൽവേ റോഡ് പ്രൊജക്റ്റുകൾക്കും ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 41,000 crore റുപ്പീസാണ്. 2000 റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളാണ് ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ മുന്നോട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, 2000 റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളും അതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ 41,000 crore റുപ്പീസുമാണ്. ഓക്കെ, ഇപ്പം നിലവിൽ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഏകദേശം 533 റെയിൽവേ സ്റ്റേഷൻസും 27 സ്റ്റേറ്റുകളിലായിട്ട് 27 സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസിലൊക്കെ ആയിട്ട് 533 റെയിൽവേ സ്റ്റേഷൻസാണ് ഇതുവരേക്കും ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റീഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ റെയിൽവേ ഡെവലപ്മെൻ്റ് ഒക്കെ ഏത് സ്കീമിൻ്റെ അണ്ടറിലാണ്? അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. ഓക്കെ, 2023 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ പറയുന്ന അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സ്റ്റേറ്റിലെയും റെയിൽവേ സ്റ്റേഷൻസും അല്ലെങ്കിൽ ട്രെയിനും അങ്ങനത്തെ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ വരുന്നതും റീഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ടാണ്. ഏത് വർഷമാണ് വന്നത്? 2023. ഓക്കെ, സ്റ്റേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം വന്നിട്ടുള്ളത്. ഇത് വന്ന വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2023. ഓക്കെ, അടുത്ത് നോക്കാം. ഈ പറയുന്ന അഡോളസൻറ്റ് ഗേൾസിന് വേണ്ടിയിട്ട് പുതുതായിട്ടൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഓക്കെ, അത് മിനിസ്ട്രി ഓഫ് ആയുഷും മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു MOU ഇതിനു വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അഡോളസൻറ്റ് ഗേൾസിൻ്റെ ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആയുർവേദിക് രീതികളിലൂടെ ഈ
പെൺകുട്ടികളുടെ അല്ലെങ്കിൽ അഡോളസെന്റ് പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളുടെ ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മിനിസ്ട്രീസ് ഏതൊക്കെയാണ്? ആയുഷ് മിനിസ്ട്രിയും മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, ആയുഷ് മിനിസ്ട്രിയുടെ യൂണിയൻ മിനിസ്റ്റർ ആരാണ്? സർബാനന്ദ സോനോവാൾ. ഇനി വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് യൂണിയൻ മിനിസ്റ്റർ ആരാണ്? സ്മൃതി സുബിൻ ഇറാനി. ഇവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ് ഈ പറയുന്ന MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ഒരുപാട് സ്റ്റേറ്റിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 14 തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അഡോളസെൻറ്റ് ഗേൾസിനാണ് ഇത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്ക് കൊടുക്കാനുള്ള ന്യൂട്രീഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ എന്താ, അനീമിയക്കെതിരെ പ്രവർത്തിക്കുക. അനീമിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ എന്താ ന്യൂട്രീഷണലി എംപവേർഡ് ആക്കുക. ഓക്കെ, ഇനി ഈ അനീമിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലെയും പെൺകുട്ടികൾ അനീമിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നിട്ടുള്ള ഒരു മിഷനാണ് അല്ലെങ്കിൽ സ്കീമാണ് മിഷൻ ഉത്കർഷ് എന്ന് പറയും. ഓക്കെ, അനീമിക് ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അനീമിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള മിഷനാണ് മിഷൻ ഉത്കർഷ് എന്ന് പറയും. ഈ പറയുന്ന മിഷൻ ഉത്കർഷിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് വന്നത്. മിനിസ്ട്രി ഓഫ് ആയുഷും മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റോട് ചേർന്നിട്ട് 5ഓളം ഡിസ്ട്രിക്ട്സിലാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അസമിലെ ധുബ്രി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തും, ഛത്തീസ്ഗഡിലെ ബസ്താർ, ജാർഖണ്ഡിലെ പശ്ചിമി സിംഗ്ഭൂം, മഹാരാഷ്ട്രയിലെ ഗൻസിരോലിയും അതേപോലെ രാജസ്ഥാനിലെ ധോൽപൂർ. ഈ 5 ഡിസ്ട്രിക്റ്റുകളിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ്, ഒരു ഹെൽത്ത് ഇനിഷ്യേറ്റീവ് വന്നത്. ഏത് സ്കീമിൻ്റെ അണ്ടറിലാണ്? മിഷൻ ഉത്കർഷിൻ്റെ അണ്ടറിലാണ് ഈ 2 മിനിസ്ട്രീസോടെ ചേർന്നിട്ട് ഇങ്ങനെ അഡോളസെൻറ്റ് ഗേൾസിൻ്റെ ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഏകദേശം അനീമിയ പ്രിവലൻസ് ഏകദേശം 69.5% ആണ്. ഈ പറയുന്ന ഡിസ്ട്രിക്റ്റിലെല്ലാം അനീമിയയുടെ പ്രാവീണ്യം അല്ലെങ്കിൽ അനീമിയയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഏകദേശം 69.5% ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുരത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ജോയിൻറ്റ് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഈ പറയുന്ന 5 ഡിസ്ട്രിക്റ്റുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്കീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കാം. ECI signed MOU with IBA and DOP for electoral awareness ahead of ലോക്സഭ പോൾ. അതായത് ഇപ്പോൾ ലോക്സഭ ഇലക്ഷനൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാർക്കിടയിൽ ഇലക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അവയർനെസ് കൊണ്ടുവരണം. അതായത് ഇലക്ഷൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റുകൾ ആൾക്കാരിലേക്ക് എത്തിക്കണം. നിങ്ങൾക്കറിയാലോ, ഓരോ ഇലക്ട്രൽ ഓഫീസേഴ്സിന് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡേഴ്സിനെയൊക്കെ അവർ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പഞ്ചാബിൻ്റെ ഇലക്ട്രൽ ഓഫീസ് ബ്രാൻഡ് അംബാസിഡറായിട്ട് ശുഭ്മാൻ ഗില്ലിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഈ പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ആൾക്കാർക്ക് ഇലക്ഷനെ പറ്റിയിട്ടുള്ളൊരു അവബോധം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇലക്ഷൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസും MOUയും എഗ്രിമെൻറ്റും ഒക്കെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ആരുടെ കൂടെ അല്ലെങ്കിൽ ആരോടൊപ്പമാണ് ഈ പറയുന്ന MOU സൈൻ ചെയ്തേക്കുന്നത്? ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ, IBAയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റും കൂടെ ചേർന്നിട്ടാണ്. അതായത് ECIയും IBAയും DOPയും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന MOU സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ അണ്ടറിലാണ് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാർക്കിടയിൽ വോട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം ലോക്സഭ ഇലക്ഷനൊക്കെയാണ് ഇനിയും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എന്താ? ECIയും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റും, ഇവർ മൂന്നൂടെ ചേർന്നിട്ടാണ് ഇലക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള MOU സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അണ്ടറിലാണ്. ഓക്കെ, അടുത്തത് ഇനി ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ കാര്യം നോക്കാം. 1946 സെപ്റ്റംബർ 26 ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ അഥവാ IBA എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സുനിൽ മേത്തയും ഹെഡ് ക്വാർട്ടർ മഹാരാഷ്ട്രയിലെ മുംബൈയിലുമാണ്. ഓക്കെ, ഇതാണ് IBA ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ ലോഗോ എന്ന് പറയുന്നത്. 1946 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അടുത്തത് മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്സ് ആൻഡ് വാട്ടർവേസും അതുപോലെ തന്നെ IIM ഷിലോങ്ങും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയറാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയറാണ്. അതായത് നമ്മുടെ ഗ്ലോബലി ഈ പറയുന്ന ലോജിസ്റ്റിക് വേസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്ലോബൽ ഐഡിയാസ് ഒക്കെ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗതിശക്തി റിസർച്ച് ചെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ
ട്രാൻസ്പോർട്ടേഷൻസ്, അതിപ്പം ഷിപ്പ് വഴിയാകാം, എന്തെങ്കിലും മോട്ടോർവേസ് ആവാം, റോഡാകാം, റെയിൽവേ ആകാം, ഓക്കെ, ഇങ്ങനെയുള്ള ലോജിസ്റ്റിക് കാര്യങ്ങളുടെയൊക്കെ ഒന്ന് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പല പല ഐഡിയാസ് അവർ ഗ്രാബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗതിശക്തി റിസർച്ച് ചെയർ എന്ന് പറയുന്നത്. ഓക്കെ, ലോജിസ്റ്റിക്സ് ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, മെയിനായിട്ട് ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് ലോജിസ്റ്റിക്സ് ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി നടത്തുക, അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗതിശക്തി റിസർച്ച് ചെയർ. ഓക്കെ, ഇനി ഈ ഗതിശക്തി റിസർച്ച് ചെയർ ആരാണ് കൊണ്ടുവന്നേക്കുന്നത്? സ്വാഭാവികമായിട്ടും മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്സ് ആൻഡ് വാട്ടർവേസ് വരും. പിന്നെ ഇനി നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റേൺ റീജിയനാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏത് IIM ആയിരിക്കും? IIM ഷിലോങ്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയർ വരുന്നത് IIM ഷിലോങ് ആണ്. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്സ് ആൻഡ് വാട്ടർവേസും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, ഇനി എവിടെ വരുന്നത് നോക്കാം. മേഘാലയയിലെ ഷിലോങ്ങിലാണ് ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയർ വരുന്നത്. ഓക്കെ, മറക്കരുത്, മേഘാലയയിലെ ഷിലോങ്ങിൽ. അടുത്തത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് റീസണായിട്ട് ആകാശ് എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എയർലൈൻ കമ്പനിയുണ്ട്. അതിനെ ഡെസിഗ്നേറ്റഡ് ഇന്ത്യൻ കാരിയർ ആയിട്ട് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെസിഗ്നേറ്റഡ് ഇന്ത്യൻ കാരിയർ എന്നുള്ള ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ഈ പറയുന്ന ആകാശ എയറിനാണ്. ഏത് മിനിസ്ട്രി ആയിരിക്കും ഇപ്പോൾ കൊടുത്തത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏവിയേഷൻ കമ്പനിയാണ് ഈ ആകാശ എയർ. ഓക്കെ, അടുത്തത് RBI. നിങ്ങൾക്കറിയാലോ RBIക്ക് ഒരുപാട് മോണിറ്ററി പോളിസീസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനോട് ഒബേ ചെയ്യാത്ത, അല്ലെ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒബേ ചെയ്യാത്ത ബാങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും മോണിറ്ററി പെനാൽറ്റീസ് ഒക്കെ RBI ഇമ്പോസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ സെയിം ന്യൂസാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 4 പബ്ലിക് സെക്ടർ ബാങ്കിന് എന്ത് ചെയ്തു? RBI മോണിറ്ററി പെനാൽറ്റി ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ട് 3 കോടി രൂപയുടെ ഔട്ട്ലേ ആണ് ഇതിനകത്ത്, പെനാൽറ്റിയാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. SBIക്ക് മാത്രം 2 കോടി രൂപയുടെ പെനാൽറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ RBIയുടെ റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനൊരു ഫൈൻ അവർ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ SBIക്ക് 2 കോടി രൂപയും, റൂർക്കേല അഥവാ ഒഡീഷ ബേസ് ചെയ്തിട്ടുള്ള ഓഷ്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന് 16 ലക്ഷം രൂപയുടെ ഫൈനും, കാനറ ബാങ്കിന് 32.30 ലാക്ക് ഫൈനും, ഇനി സിറ്റി യൂണിയൻ ബാങ്ക് അഥവാ CUB കബിന് 66 ലാക്ക് റുപ്പീസും. ഓക്കെ, ഇത്രയും 4 ബാങ്കിനാണ് SBI, ഓഷ്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്, കാനറ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക് ലിമിറ്റഡ്, ഈ 4 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് RBI മോണിറ്ററി പെനാൽറ്റി ഇമ്പോസ് ചെയ്തേക്കുന്നത്. ടോട്ടൽ എല്ലാം കൂടെ ചേർത്തിട്ട് 3 കോടി രൂപയുടെ പെനാൽറ്റിയാണ് ഇമ്പോസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏകദേശം അത് അപ്രോക്സിമേറ്റ് ആണ് ഒരു 3 crore rupees എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് അറിയാലോ. അങ്ങനെ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു വിജയ് ശേഖർ ശർമ്മ. നമ്മൾ ഒരുപാട് കറണ്ട് അഫയേഴ്സിനകത്ത് പഠിച്ചിട്ടുള്ള പേരാണ് ഈ വിജയ് ശേഖർ ശർമ്മ. ഇദ്ദേഹമാണ് വിജയ് ശേഖർ ശർമ്മ. ഓക്കെ, ഇനി പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ചെയർമാൻ്റെ പൊസിഷനിൽ നിന്ന് വിജയ് ശേഖർ ശർമ്മ റിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ന്യൂസിനകത്ത് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് പേടിഎം? ഇപ്പോൾ വിജയ് ശേഖർ ശർമ്മ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ചെയർമാൻ പൊസിഷനിൽ നിന്നാണ് വിജയ് ശേഖർ ശർമ്മ റിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ന്യൂസിനകത്ത് പറയുന്നത്. ഓക്കെ, അടുത്തത് HDFCയുടെ ന്യൂസാണ്. അതായത് HDFC ബാങ്കിന് HDFC ക്രെഡില എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ തന്നെ ഒരു സബ്സിഡറിയാണ്, ഒരു ആമാണ്, ഫിനാൻഷ്യൽ ആമാണ്. അതിനകത്ത് ഷെയർ ഉണ്ട്, ഇത്ര ശതമാനം സ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് RBI ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. HDFC ക്രെഡിലയ്ക്കകത്തുനിന്ന് HDFC അവരുടെ 90.01% സ്റ്റേക്ക് സെല്ല് ചെയ്യണമെന്ന് RBI HDFC ബാങ്കിനോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? HDFC ക്രെഡിലയ്ക്കകത്ത് HDFC ബാങ്കിന് എന്തുണ്ട്? ഷെയർ ഉണ്ട്, സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ RBI ഇപ്പോൾ പറഞ്ഞേക്കുക, നിങ്ങൾ HDFC ബാങ്കുകാർ ഈ ക്രെഡില എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന് 90.01% സെല്ല് ചെയ്യണം. ഓക്കെ, ഇത് HDFC ക്രെഡിലയുടെ റിക്വസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു RBI അപ്രൂവൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഈ ഒരു ന്യൂസിനകത്ത് പറയുന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റ് സ്റ്റേക്കാണെന്ന് ഓർത്തിരിക്കുക? 90.01% സ്റ്റേക്കാണ് അവർ സെല്ല് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
ആർച്ചറി ഏഷ്യ കപ്പ് 2024. ഓക്കെ, അതിൻ്റെ സ്റ്റേജ് വണ്ണിൽ ഇന്ത്യക്ക് ഇപ്പം നിലവിൽ 14 മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. 9 ഗോൾഡും 4 സിൽവറും 1 ബ്രോൺസ് മെഡലുമാണ് ഇപ്പം 2024 ആർച്ചറി ഏഷ്യ കപ്പിലെ ഫസ്റ്റ് സ്റ്റേജിൽ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറാഖിലെ ബാഗ്ദാദ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ആർച്ചറി ഏഷ്യ കപ്പ് 2024 നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഇന്ത്യക്ക് 14 മെഡൽസാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിൽ 9 ഗോൾഡ് മെഡലും 4 സിൽവർ മെഡലും 1 ബ്രോൺസ് മെഡലും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അടുത്തത് ഒരു ബുക്കാണ്, ഫൂൽ ബഹദൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. അത് ഒരു മഹദി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മഗഹി എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഈ മഹഗീൻ്റെ പഴയ പേരാണ് മഗധി. ഓക്കെ, ഒരു ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്. ഈ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്ഥലത്തെ ഒരു ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ് മഗധി എന്ന് പറയും. ആ മഗധിയുടെ പുതിയ പേരാണ് മഗഹി. ഓക്കെ, മഗഹി. അങ്ങനെ മഗഹി ലാംഗ്വേജിലുള്ള ആദ്യത്തെ നോവലാണ് ഫൂൽ ബഹദൂർ എന്ന് പറയുന്നത്. ഈ ഫൂൽ ബഹദൂർ ഇപ്പോൾ റീസണായിട്ട് അഭയ് കെ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ന്യൂസിനകത്ത് പറയുന്നുള്ളത്. ഇത് ആരൊക്കെയാണ് അപ്പം അൺവീൽ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തേക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീർ ഒരു യൂണിയൻ ടെറിട്ടറി ആണല്ലോ, അപ്പോൾ അവിടെ CM അല്ല ലഫ്റ്റനൻറ്റ് ഗവർണറാണുള്ളത്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടുള്ള മനോജ് സിൻഹയും അതേപോലെ തന്നെ സെക്രട്ടറി ടു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മനോജ് സിൻഹ, അജയ് സിംഗ്, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് ബീഹാർ ആണ് S. സിദ്ധാർത്ഥ്. ഈ 3 പേരോട് ചേർന്നിട്ട് ഈ പറയുന്ന മഗഹി ലാംഗ്വേജിലുള്ള ആദ്യത്തെ ബുക്ക് അൺവീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മഗഹി ലാംഗ്വേജിലുള്ള ബുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അഭയ് കെ ആണ്. ബുക്കിൻ്റെ പേര് ഫൂൽ ബഹദൂർ. ഓക്കെ, ഫൂൽ ബഹദൂർ. ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫൂൽ ബഹദൂർ ട്രാൻസ്ലേറ്റഡ് ബൈ അഭയ് കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫെയർസ് സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു, കൂടുതലും SSC റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത സെഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ റിവിഷൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക, എന്നാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.